മനസ്സിലാകും മനുഷ്യന്റെ ജീവിതം ഓരോ ദിവസവും വളർച്ചയുടെ പാന്താവുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ലോകത്തിലേക്ക് ജന്മം കൊണ്ട് ഇറങ്ങി വന്ന കാലം മുതൽ അവൻ ഓരോ ദിവസം കഴിയും തോറും വളർച്ചയുടെ കാലങ്ങൾ തടവുകൾ ചവിട്ടിക്കയറി. നേരത്തെ ഓർപ്പിച്ചതുപോലെ കാളവണ്ടിയുടെ യുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് ഹൈ ടെക്നോളജിയിൽ ജീവിക്കുന്നവരുടെ ഫോൺ 5Gയും 6Gയും ഒക്കെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ ടെലികോണുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് ഇന്നും എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്ന ഒട്ടനേകം ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു കേൾക്കുവാൻ തക്കവണ്ണമിടയാണ്. പ്രിയരെ, എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഈ കവലപ്രസംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെയുള്ള മറുപടി ഞങ്ങളുടെ ഈ ലഘു സന്ദേശത്തിന്റെ അവസാനം പറഞ്ഞ് തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷപൂർവം മുൻപോട്ട് പോകുന്ന മനുഷ്യജീവിതമായിരുന്നു കാലങ്ങൾക്ക് മുൻപ്. വളർച്ചയുടെ പാന്താവുകൾ ചവിട്ടിക്കയറിയ മനുഷ്യൻ അങ്ങനെ ലോക രാജ്യങ്ങൾ വിപുലീകരിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഭൂഖണ്ഡങ്ങളിൽ അതിർത്തികൾ കടന്ന് മനുഷ്യൻ തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ആകാശഗോളങ്ങളെ കടന്ന് ചന്ദ്രനിലും കടന്നുപോയി ഇപ്പോൾ ചൊവ്വയിലേക്കുള്ള പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലും എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എത്ര വളർന്നാലും അവനെത്ര ശ്രേഷ്ഠനായാലും മനുഷ്യ ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മനുഷ്യന്റെ വളർച്ചയുടെ കാലഘട്ടത്തിലും മനുഷ്യന് കൈമോശം വന്നു പോയത്? ഒന്ന്, മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവനായി സമൂഹത്തിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടവനായി ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് എന്താണ് സമൂഹത്തിലെ മനുഷ്യനുണ്ടായെന്ന് ചോദിച്ചാൽ, കുടുംബബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സഹോദര ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യനൊരു വല്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയാം. പ്രിയരെ, മാനുഷിക മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്ത ഒരു തലമുറയും ഒരു സമൂഹവുമായി നമ്മളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? പണമില്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? നോക്കിയേ, കാലങ്ങൾക്ക് മുൻപ് നമ്മളുടെ പിതാക്കന്മാർ പൂർവ്വർക്ക് ലഭ്യമാകാത്ത ഏറ്റവും സമ്പന്നതമാകുന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നമ്മുടെ തലമുറകളെ നമ്മൾ വളർത്തിവിടുവാൻ തക്കവണ്ണമിടയായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളുടെ തലമുറകൾ അവർ വിദ്യാഭ്യാസം നേടി ഉന്നതമാകുന്ന ജോലികൾ നേടി പോകുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ പോയ ഒത്തിരി തലമുറകൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, പിന്നെ പണത്തിന്റെ കുറവാണോ? അല്ല. ഇന്ന് മനുഷ്യന്റെ ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ സ്വസ്നേഹികളായി മാറുന്നു? പ്രിയരെ, ഈ ചോദ്യത്തിനുള്ള മറുപടി വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഇത് അന്ത്യകാലമാകുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും മനുഷ്യൻ വമ്പ് പറയുന്നവരും സ്വസ്നേഹികളും അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവരും അനുസരിക്കാത്തവരുമാകുന്ന തലമുറകളായി മാറുമെന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ സൂത്രത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ തലമുറ ആ കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, എങ്ങനെ ഇതിനൊരു വിടുതലുണ്ടാകും, വിമോചനമുണ്ടാകും? എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മതങ്ങളെല്ലാം ഒരുപോലെ
പറയുന്നൊരു വിഷയമുണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിന്റെ പ്രവൃത്തി മൂലമാണ് മനുഷ്യനിൽ അരാജകത്വവും അസമാധാനവും കടന്നു വരുന്നത്. പ്രിയരെ, സമാധാനം എങ്ങനെ നഷ്ടപ്പെട്ടു? ലോകത്തിൽ മനുഷ്യന്റെ ഇടയിൽ സമാധാനം നഷ്ടപ്പെട്ടത് അവന്റെ ഇടയിൽ പാപം പ്രവേശിച്ച കാലം മുതലാണ്. പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് മനുഷ്യനാരായിരുന്നു? അവൻ ദൈവത്തോട് വസിക്കുവാൻ, ദൈവത്തോട് കൂടെ വസിക്കുവാൻ വിളിക്കപ്പെട്ടവൻ, ദൈവ സ്വഭാവമുള്ളവൻ, ദൈവത്തെ പോലെ ജീവിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. എന്നാൽ മനുഷ്യന്റെ എണ്ണക്കേട് മൂലം അവന്റെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിച്ചപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിൽ 3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞങ്ങളുടെ ലഘുപ്രഭാഷണോട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മനുഷ്യന്റെ പാപപ്രവൃത്തി മൂലം, പാപം ജീവിതത്തിൽ സന്നിവേശിച്ചത് മൂലം അവന്റെ ജീവിതത്തിൽ നിത്യജീവൻ നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. രണ്ടവന്റെ ജീവിതത്തിൽ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. 3, മനുഷ്യ ജീവിതത്തിൽ പാപം പ്രവേശിച്ചതുകൊണ്ട് സംഭവിച്ചത് ഏറ്റവും അപകടകരമാകുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, പ്രിയരെ, അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അന്ന് മുതൽ ഇന്ന് വരെ എങ്ങനെ സമാധാനം തിരികെ പിടിക്കാമെന്നുള്ള ചിന്തയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10-30 വർഷത്തിന് മുൻപ് നമ്മുടെ കൊച്ചു കേരളം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, അധികം വിദ്യാഭ്യാസ സമ്പന്നരാകുന്ന ആളുകൾ തുലം കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ ആ ജോലിക്ക് കടന്നു പോകുവാൻ തക്കവണ്ണമാണ്. അവർ പകൽ മുഴുവൻ അധ്വാനിച്ചതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ അധ്വാനത്തിന്റെ ക്ഷീണമകറ്റുവാൻ വേണ്ടി കള്ളുഷാപ്പുകളിൽ കടന്നുപോയി മദ്യപിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ മദ്യപിക്കുവാൻ പോകുമ്പോൾ തന്നെ തന്നിലും മൂത്ത ആളുകളെ ആരെങ്കിലും കണ്ടാൽ ആ ഷാപ്പിന്റെ പിന്നിലൂടെ തലയിൽ മുണ്ടക്കയിട്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയരെ, എന്നാൽ ഈ 2026 കാലഘട്ടം നിങ്ങളൊന്ന് പരിശോധിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഭയം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയായി. തലമുറകൾ പലരും മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായി ലോകത്തിൽ അവരിങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം സന്തോഷപൂർണമാക്കാൻ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളിലും അഭയം തേടിക്കൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയാകും. പ്രിയരെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വിദ്യാഭ്യാസ ഉന്നതിയിൽ നിൽക്കുന്ന പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവരുടെ ഭാവി ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രേഷ്ഠകരമാകുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നത നിലവാരത്തിലുള്ള ജീവിത ശൈലി നേടിയെടുക്കുവാൻ വേണ്ടി തലമുറകളെ ഉള്ളതുപോലെ വെച്ചുപെറുക്കി ബാംഗ്ലൂരും മറ്റ് ദേശങ്ങളിലും പഠനത്തിൽ വിടുന്ന മാതാപിതാക്കൾ, എന്നാൽ മാതാപിതാക്കളുടെ തലമുറകൾ മടങ്ങി വരുന്നത് മനോരോഗികളായി, മനസ്സിന് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടവരായി കടന്നു വരികയാണ്. കാലഘട്ടത്തിൽ ഡിപ്രഷനുകൾ വർദ്ധിച്ചുകൊണ്ട് തലമുറകൾ പലരും മുറിക്കകത്തിൽ കൂടിയിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും എങ്ങനെ ഒരു വിമോചനം നേടുവാൻ തക്കവണ്ണമിടയാകും? പലരും പറയാറുണ്ട്, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള അധാർമിക ജീവിതത്തിൽ നിന്നും മനുഷ്യനെ മാറ്റുവാൻ ഇവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. അങ്ങനെ നടത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി സെന്ററുകളുണ്ട് എന്ന് പലരും പറയുവാൻ തക്കവണ്ണമിടയാകും. ഞാൻ പറയട്ടെ, ഡി അഡിക്ഷൻ സെന്ററുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന രോഗത്തിന് അല്ലെങ്കിൽ മദ്യപാനികളുടെ എണ്ണത്തിന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവതലമുറയുടെ എണ്ണത്തിന് കുറവുമില്ല. 2019 മുതലുള്ള ക്രൈം റേറ്റ് എന്ന് എടുത്ത് പരിശോധിച്ചാൽ 2025-26 അതിന് കുറവൊന്നുമില്ല. ആ ക്രൈം റേറ്റ് എന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെ നമ്മളൊന്ന് പഠിച്ചാൽ 15-നും 18-നും 20-നും 25-നും 30-നും ഒക്കെ ഇടയിലുള്ള ഒത്തിരി യുവതലമുറകൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അപ്പനെ അമ്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തെരുവോരങ്ങൾ ചോരപ്പുഴകളായി മാറുമ്പോൾ, തെരുവീതികൾ മനുഷ്യന്റെ കബന്ധ
ബന്ധങ്ങൾ കൊണ്ട് ആ മനുഷ്യന്റെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയാത്തൊരു തലമുറ എഴുന്നേറ്റ് വരുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു വിമോചനം ഉണ്ടാകും? ഇവിടുത്തെ നിയമസംഹിതകൾക്ക് ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ടെന്ന് അവരും സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശവുമായാണ് ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, അങ്ങനെ സന്ദേശങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും? പ്രിയരെ, അതിന് ഉത്തമ സാക്ഷികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ സന്ദേശം വെറും കേൾവിക്കഥയല്ല, കെട്ടുകഥയല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ന് നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, അതേ കാലഘട്ടത്തിലൂടെ, അതേ അനുഭവത്തിലൂടെ കടന്നുപോയവരാ ഞങ്ങൾ. ഈ ലോകത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചു ജീവിതം മുൻപോട്ട് നയിച്ചിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി മാറുവാൻ കഴിയാതെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായി തീരുവാൻ കഴിയാതെ, ഞങ്ങളുടെ ദേശനിവാസികൾക്ക് നല്ലൊരു അയൽക്കാരനായി തീരുവാൻ കഴിയാതെ അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ച് മദ്യവും മയക്കുമരുന്ന് നൽകുന്ന ഉന്മാദ നഗരിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ദേശത്ത് നിന്നയായി മാറിയ ഒരു കാലഘട്ടം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ ഓർത്ത് തല ഉയർത്തി നടത്തുവാൻ കഴിയാതെ ഭാവി ഇരുളടഞ്ഞു പോയ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, ഇനി ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഞങ്ങൾക്കിനിയും ജീവിതമില്ല എന്ന് ഉറപ്പിച്ച് മരണം കാത്തു കിടന്ന സാഹചര്യത്തിൽ ഞങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ ഞങ്ങളുടെ കണ്ണു തുറപ്പിക്കുവാനൊക്കെ വണ്ണം കഴിഞ്ഞില്ല. അങ്ങനെ മരണത്തെ മാത്രം കാത്തുകൊണ്ട് ഞങ്ങൾ കിടന്ന പല ദിനരാത്രങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കെട്ടകാലത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സമ്മതിക്കുവാൻ, നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയ ഒരു സന്ദേശമുണ്ട്. അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. അതിന്റെ പേരാണ് സുവിശേഷം. എന്താ സുവിശേഷത്തിന്റെ പ്രത്യേകത അറിയാമോ? മനുഷ്യനെ മാറ്റുവാൻ, മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശമാണ് സുവിശേഷം. പ്രിയരെ, സുവിശേഷം എന്ന് പറഞ്ഞൊരു മതപ്രസംഗമല്ല, സുവിശേഷം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല, സുവിശേഷം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെതാകുന്ന ഒരു വിഷനല്ല. പിന്നെന്താണ് സുവിശേഷം എന്ന് ഞാൻ പറയട്ടെ. സുവിശേഷം സ്നേഹത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം മനസ്സിന്റെ സന്ദേശം, മനസ്സിന് സമാധാനം തരുന്ന സന്ദേശമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സന്തോഷമില്ലാതെ മരണത്തെ മാത്രം കാത്തിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം എന്ന സന്ദേശം ഇറങ്ങി വരുവാൻ തക്കവണ്ണമിടയാകുന്നു. പ്രിയരെ, എന്താണ് സുവിശേഷം? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറക്കം പ്രഖ്യാപിച്ച് വിളിച്ചു പറയാ, ദാവീദിന്റെ സന്തതിയായി ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന് ജനിച്ച്, ആ ജീവിച്ച് ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുന്നതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. ആ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളുടെ